ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്ക് PSC എക്സാംസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് SSCRT ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നമ്മൾ ഓൾഡ് SSCRT ടെക്സ്റ്റ് ബുക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് മുതൽ പഠിക്കാൻ. അപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 5ാം ക്ലാസ് മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസ് ആൻഡ് ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ ആദ്യം കവർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ +1 +2 പ്രധാനപ്പെട്ട ഭാഗങ്ങളും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് 5ാം ക്ലാസ്സിലെ ഓൾഡ് SSCRT ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 1 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 1 ചരിത്രത്തിലേക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യൻ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തൽ ചരിത്രം. മനുഷ്യൻ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലം അറിയപ്പെടുന്നത് ചരിത്രാതീത കാലം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടം അറിയപ്പെടുന്നതാണ് ചരിത്രാതീത കാലം. ചരിത്രാതീത കാലത്തെക്കുറിച്ച് തെളിവ് നൽകുന്നത് ഗുഹാചിത്രങ്ങൾ, ശിലായുധങ്ങൾ, പഴയകാല നാണയങ്ങൾ. ചരിത്രാതീത കാലത്തെക്കുറിച്ച് തെളിവ് നൽകുന്നത് ഗുഹാചിത്രങ്ങൾ, ശിലായുധങ്ങൾ, പഴയകാല നാണയങ്ങൾ. എഴുതപ്പെട്ട രേഖകളുള്ള കാലം അറിയപ്പെടുന്നത് ചരിത്രകാലം. എഴുതപ്പെട്ട രേഖകളുള്ള കാലഘട്ടം അറിയപ്പെടുന്നതാണ് ചരിത്രകാലം. ചരിത്രകാലത്തെക്കുറിച്ച് തെളിവ് നൽകുന്ന സ്രോതസ്സുകളാണ് പുസ്തകങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ, പഴയകാല നാണയങ്ങൾ. പുസ്തകങ്ങൾ, താളിയോലകൾ, ശിലാലിഖിതങ്ങൾ, പഴയകാല നാണയങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളോ ശേഷിപ്പുകളോ സൂക്ഷിക്കുന്ന സ്ഥലമാണ് മ്യൂസിയം. കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളോ ശേഷിപ്പുകളോ സൂക്ഷിക്കുന്ന സ്ഥലം മ്യൂസിയം. പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതികളാണ് കുടക്കല്ല്, നന്നങ്ങാടികൾ. കൂടക്കല്ല്, നന്നങ്ങാടികൾ. പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതികളാണ് കൂടക്കല്ല്, നന്നങ്ങാടികൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം 1947. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1956. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം 1947. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1956. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്രിസ്തുവർഷത്തെയാണ്. ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നതിന് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ക്രിസ്തുവർഷം. അന്നോ ഡൊമിനി അല്ലെങ്കിൽ AD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ലാറ്റിൻ പദമാണ്. ഇൻ ദി ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തെ സൂചിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അന്നോ ഡൊമിനി എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ പദമാണ്. നമ്മൾ AD എന്നാണ് ഇതിന് പറയുന്നത്. ഇൻ ദി ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്. ഈ ലാറ്റിൻ പദത്തിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് ഇൻ ദി ഇയർ ഓഫ് അവർ ലോർഡ്സ് ബർത്ത്. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലത്തെ സൂചിപ്പിക്കുന്നു. ബിഫോർ ക്രൈസ്റ്റ് അല്ലെങ്കിൽ BC. ക്രിസ്തുവിന് മുൻപുള്ള കാലഘട്ടത്തെ പറയുന്നതാണ് BC അല്ലെങ്കിൽ ബിഫോർ ക്രൈസ്റ്റ്. AD ഇപ്പോൾ അറിയപ്പെടുന്നത് കോമൺ എറ എന്നാണ്. BC ഇപ്പോൾ അറിയപ്പെടുന്നത് ബിഫോർ കോമൺ എറ. AD ഇന്നറിയപ്പെടുന്നത് കോമൺ എറ. BC ഇന്നറിയപ്പെടുന്നത് ബിഫോർ കോമൺ എറ. ഒരു നൂറ്റാണ്ട് എന്നത് എത്ര വർഷമാണ്? 100 വർഷമാണ് ഒരു നൂറ്റാണ്ട്. 1-ാം നൂറ്റാണ്ട് AD 1 മുതൽ 100 വരെയുള്ളതിനെ നമ്മൾ 1-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നു. AD 1901 മുതൽ 2000 വരെയുള്ളത് 20-ാം നൂറ്റാണ്ടാണ്. AD 1901 മുതൽ 2000 വരെയുള്ളതാണ് 20-ാം നൂറ്റാണ്ട്. AD 2020 21-ാം നൂറ്റാണ്ട്. AD 1857 19-ാം നൂറ്റാണ്ട്. BC 261, BC 3-ാം നൂറ്റാണ്ട്, BC 326, BC 4-ാം നൂറ്റാണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും നൂറ്റാണ്ടുകൾ കണക്കാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. താങ്ക് യു.